നൈറ്റ് ലൈവിലപ്പോൾ അർജുൻ ശ്രീധുവിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബാഗിൽ കൊണ്ടുവന്ന് വെക്കും അർജുന്റെ ബാഗിൽ. അപ്പൊ ശ്രീധു ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ലൂസ് ആണോ എന്നൊക്കെ. അർജുൻ പറയും അതെന്താ ഫോട്ടോ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. അയ്യേ എന്തിനാണ് എന്റെ ഫോട്ടോ അർജുൻ എന്നൊക്കെ അപ്പൊ ശ്രീധു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അർജുൻ തരില്ല എന്ന് പറഞ്ഞ് അർജുൻ ബാഗിലെടുത്ത് വെക്കുവാണ്. അപ്പൊ ശ്രീധു പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ബാഗിൽ വെക്കുന്നത്, ഞാൻ എടുത്തോളാം എന്നൊക്കെ. പിന്നെ ഇന്നലെ സാബുവും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ആർക്കും ട്രസ്റ്റ് ഇല്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ അതിനെ പറ്റിയാണ് ശ്രീധു അർജുനോട് ചോദിക്കുന്നത്. അതെന്താണ് ഇവിടെ ആർക്കും ട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ട്രസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ അവർ നോക്കുമ്പോൾ ചിലപ്പോൾ ട്രസ്റ്റ് ഉണ്ടെന്ന് വിസിബിൾ ആയിട്ട് തോന്നുന്നില്ലായിരിക്കും എന്നൊക്കെ ഉള്ളത് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീധു ചോദിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും ഒക്കെ തമ്മിലുള്ളത് വിസിബിൾ ആയിരുന്നല്ലോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവർ തമ്മിൽ ട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഉള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ നൈറ്റ് ലൈവിൽ ഇവർ സംസാരിക്കുമ്പോൾ അർജുൻ ശ്രീധുവിനോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവാം, ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഫൈറ്റോ ഡിബേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവും, അകത്തുനിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയാം, എന്നാലും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും കണക്ട് ആയിട്ടുണ്ട് ശ്രീധു ആയിട്ടെന്നൊക്കെ അർജുൻ പറഞ്ഞു. പിന്നെ എനിക്ക് പൊസസീവ്നെസ് തോന്നിയിട്ടുണ്ട്, പിന്നെ അതിടയ്ക്കൊക്കെ തോന്നാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിയില്ലാന്നും അപ്പോൾ അർജുൻ ശ്രീധുനോട് പറഞ്ഞു. പിന്നെ ഞാൻ ആരുടെയും പുറകാണെന്ന് ഇങ്ങനെ ശല്യം ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യം അർജുൻ പറയണേനൊന്നും മറുപടി പറയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധു പറയും എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയെന്നോ കണക്ട് ആയെന്നൊന്നും എനിക്കും അറിഞ്ഞുകൂടാ, ഇപ്പം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ശ്രീധുവും സംസാരിച്ചത്.